പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേപനത കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിലെ ഈ സമയത്ത് നീ ഒരു ഡിഫിക്കൽട്ട് സീസണിലാണോ? ദൈവം എന്നെ കാണുന്നില്ലേ? എന്നെ അറിയുന്നില്ലേ? ദൈവം എൻ്റെ അടുത്തൊന്ന് പോയോ? എന്നെ സഹായിപ്പാൻ ദൈവവുമില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിൻ്റെ മനസ്സിൽ ഉതിർന്നു വരുന്നുണ്ടോ ദൈവത്തിലെ? ഞാൻ പറയട്ടെ, ബിബ്ലിക്കൽ ഇൻസൈറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്ര ഡ്രൈ ആയിട്ടുള്ള സീസണാണെങ്കിലും, എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സീസണാണെങ്കിലും അതിൽ കൂടി നടന്ന് നീക്കാൻ ദൈവം എന്തൊക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചോ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതെല്ലാം അവകാശമാക്കുവാനുമുള്ള അവസരം ദൈവം നമുക്ക് തരും. അതായത് അവൻ പ്രത്യാശ കൊണ്ട് നിറച്ച് അവൻ ആശിച്ച തുറമുഖത്ത് കുഞ്ഞെ നിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘ്നം സൃഷ്ടിക്കാതെ ചെയ്തു തരാൻ അവൻ ശക്തനാണെന്ന് മനസ്സിലാകുവാൻ്റെ ഗുണം ഇടയാകും. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോബ് 23:8-9, ജോബ് 23:8-9. ഞാൻ കിഴക്കോട്ട് എന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് എന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ഒന്ന് നോക്കിക്കേ, കഷ്ടത്തിലായ യോബ് കിഴക്കോട്ട് നോക്കുന്നു, പടിഞ്ഞാറോട്ട് നോക്കുന്നു, തെക്കോട്ട് നോക്കുന്നു, വടക്കോട്ട് നോക്കുന്നു, ഒരിടത്തും ദൈവത്തെ കാണുന്നില്ല എന്ന് യോബ് പറയുക. പക്ഷെങ്കിൽ തനിക്കൊരു ഉറപ്പുണ്ട്. അതെന്നാന്ന് വെച്ചാൽ അത് 23:10 അതിനകത്ത് പറയുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കുഞ്ഞെ, തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും അറിയാൻ മേലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കുന്ന വഴി അറിയുന്നത്? സ്തോത്രം. കർത്താവ് നമ്മെ കടത്തിവിടുന്ന പാതകളാകട്ടോ, അതെല്ലാം നന്മയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ്റെ ഗുണം ഇടയാകും. ദൈവം നിന്നോട് അടുത്തിരുന്ന സമയം കുഞ്ഞെ നീ ഓർക്കുന്നുണ്ടോ? നിൻ്റെ ചെവിയിൽ അവൻ മന്ത്രിച്ച സമയങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോഴൊക്കെ നിനക്ക് മനസ്സിലായില്ലേ, ഹീസ് റൈറ്റ് ഹിയർ, അതെ അവൻ എൻ്റെ അടുത്തുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? പക്ഷെങ്കിൽ ചില സമയത്ത് ദൈവം നിന്നെ വിട്ടുപോയി എന്ന് നിനക്ക് തോന്നും. കാരണം നീ വൺ ആഫ്റ്റർ അനദർ ഓരോ മെസ്സേജ് അയച്ചാലും God seemed to have totally disappeared from your life. അത് ശരിയാ, ഞാനും സമ്മതിക്കുന്നു. നീ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ നിൻ്റെ ഈ സ്റ്റിൽനെസ്സിൽ, ഈ നിശബ്ദതയിൽ, പ്രിയ കുഞ്ഞെ നിനക്കൊന്ന് ഷൗട്ട് ചെയ്യണമെന്നുണ്ടല്ലേ? നീ ഷൗട്ട് ചെയ്യുകയാണോ, ഗോഡ് വേർ ആർ യു എന്ന്? പ്രൈസ് ഗോഡ്. പല സമയങ്ങളിൽ ഞാനും വിശ്വാസത്തിൽ വന്ന സമയത്ത്, പ്രത്യേകിച്ച് നൈജീരിയയിലായിരുന്ന സമയത്ത്, ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു റയറ്റുണ്ടായി. ഞാൻ അതിനുശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അടച്ചു കുറേ ദിവസത്തേക്ക്. എന്തോ ഒരു ബാരൻ സീസണായിരുന്നു എന്നോ. ഞാൻ തന്നെ വിശ്വാസത്തിൽ വന്ന സമയമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും വേദപുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയോ എന്ന് ഞങ്ങൾക്ക് തോന്നി. ആകപ്പാടെ അറിയാവുന്നത് കരയുക. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ അവൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ, അന്നെല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള റെസ്പോൺസ് അവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രസൻസും ആ സമയത്ത്
വളരെയധികം അനുഭവിപ്പാനും അവിടെ പഠിക്കുന്ന കുറച്ച് പെൺകുട്ടികളെ കൂട്ടിയിരുത്തി ഒരുമിച്ച് ബൈബിള് പഠിപ്പിക്കാൻ ഞാൻ പഠിക്കും, എന്നിട്ട് അവരെ പഠിപ്പിക്കും. അങ്ങനെയുള്ളൊരവസരമൊക്കെ ആ കാലഘട്ടത്തിൽ ദൈവം തന്നു. അവരുടെ ഭക്ഷണം പൗണ്ടഡ് യാമ, അതായത് യാം എന്ന് പറഞ്ഞാൽ കാച്ചിൽ. ആ കാച്ചിൽ വലിയ വാവട്ടമുള്ള, അതായത് നമ്മുടെ ഒരു ചെറിയ ഒരു ബേസിൻ തുറന്നിരിക്കുന്നത് പോലെ വലിയ മരത്തിൻ്റെ ഒരല അവർക്കുള്ളത്. അതിനകത്ത് കാച്ചിൽ പുഴുങ്ങി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതിനകത്തിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നല്ല സോഫ്റ്റാക്കി ഉരുട്ടി വെക്കും. പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. അത് തിന്നാനായിട്ട് അവിടെ ഒരു എഗുസി സൂപ്പുണ്ട്. എഗുസി സൂപ്പിനകത്ത് ഇറച്ചി വറുത്തിട്ട്, പിന്നെ എഗുസി എന്ന് പറയുന്നത് ആ സൂപ്പിനകത്ത് മെയിനായിട്ട് ഇടുന്നത് പംകിൻ സീഡ്സാണ്. അവിടെ നമുക്ക് പംകിൻ സീഡ്സ് മേടിക്കാൻ കിട്ടും, ലോക്കലായിട്ട് കിട്ടും മേടിക്കാൻ. ഇപ്പോഴാണ് നമുക്കിവിടെ എല്ലാം പംകിൻ സീഡ്സ് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നത് അല്ലേ. അതൊക്കെ മിക്സിക്കകത്ത് ടൊമാറ്റോയും അവരുടെ ഒരു പെപ്പറുണ്ട്, നമ്മുടെ ചെറിയ ക്യാപ്സിക്കം പോലെ ഇരിക്കും, അതുമൊക്കെ അരച്ചിട്ടൊരു സൂപ്പുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇതൊക്കെ ഉണ്ടാക്കും ഞാൻ. ആ പിള്ളേരോടെ കൂടും, എന്നിട്ട് ഒരുമിച്ച് ഭക്ഷിക്കും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് അതായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തതല്ല, ഞാൻ പഠിപ്പിച്ചത്, ഞാൻ എടുത്തത്. ഹല്ലേലൂയ. ബിൽ ബ്രൈറ്റിൻ്റെ ചില ബുക്സൊക്കെ ഉണ്ടായിരുന്നു സഹായകരമായിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ പിള്ളേരെ കിട്ടിയത് എന്തുകൊണ്ടാണ്? അവർ ഫ്രീ ആയിരുന്നു. ചിലരൊന്നും ഹോസ്റ്റലിൽ നിന്ന് പോയില്ല, അവിടെ നിന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ പ്രസൻസ് അവൻ വളരെ എവിഡൻ്റായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് കുഞ്ഞെ, ഇന്ന് കടന്നു പോകുന്ന സീസണിൽ നീ എത്ര ഡ്രൈ ആണെന്ന് തോന്നിയാലും, എത്ര ലോൺലി ആണെന്ന് തോന്നിയാലും, അത് കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ഉദ്ദേശം നിന്നിൽ കൂടി അവനത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഡേ ആഫ്റ്റർ ഡേ അവൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാലും ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. നമുക്ക് തോന്നും, ഗോഡ് യു ആർ എ മില്യൺ മൈൽസ് അവേ. നോ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. ഒരിക്കലും അങ്ങനെ പറയരുതേ. അങ്ങനെ പറഞ്ഞാൽ അത് പാപമാണ്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലുള്ള, ഞാൻ പറയട്ടെ, ഈ പ്ലാനറ്റിലുള്ള ആരെയും പോലല്ലല്ലോ ദൈവം. പ്രൈസ് ഗോഡ്. നാം എന്തെങ്കിലും ഒരു വീഴ്ച നമ്മിൽ നിന്ന് വന്നു എന്ന് തോന്നിയാൽ, കർത്താവെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ശുദ്ധീകരിച്ച് ഒന്നുകൂടെ ബലപ്പെടുത്തി പുതിയ കാഴ്ചപ്പാടോടെ നമ്മെ നടത്തുന്ന നമുക്ക് അറിയാം അല്ലേ. അതുകൊണ്ട് ദൈവത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക. ഏത് ക്രിട്ടിക്കൽ ജങ്ഷനിൽ വന്നാലും മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് ഒന്നുകൂടെ വർദ്ധിക്കണം. പിശാച് ഫീലിംഗ് ഓഫ് റിജക്ഷൻ നിനക്ക് ചിലപ്പം തന്നിരിക്കും. ദൈവം നിന്നെ മറന്നുപോയി എന്നോട് പറയുമായിരിക്കും. വിശ്വസിക്കല്ലേ. പിശാച് പറയുന്നത് നുണയാണ്. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകുവാൻ ഇടയാകരുത്. ഏത് വിൽഡർനെസ്സിൽ നീ ആയാലും, നിൻ്റെ വിശപ്പും നിൻ്റെ ദാഹവും ദൈവം നിൻ്റെ അടുത്ത് വന്ന് നിനക്ക് തീർത്ത് തരും. പക്ഷെങ്കിൽ നിൻ്റെ ഡിസയേഴ്സ് എല്ലാം സ്വർഗത്തിന് നിരപ്പാകുന്നതായിരിക്കണം, സ്വർഗത്തിനോട് ചേരുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ പ്ലാൻ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും. ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യെരമ്യാവ് 29:13. ജെറമ്യ 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ കണ്ടെത്തും. നമുക്കറിയാം, സുവിശേഷത്തിലും എന്താ പറയുന്നത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്നല്ലേ. ദൈവപൈതലേ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, മടുത്തു പോകാതെ
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഞാൻ കാണും, അവൻ എനിക്ക് ഉത്തരമരുളും എന്നുള്ള വിശ്വാസത്തോടെ അവനെ അന്വേഷിക്കുമ്പോൾ കുഞ്ഞെ, നീ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. നീ വിശ്വസിക്കുക. ദൈവം നിന്നെ വഴി നടത്തും, നിന്നെ സഹായിക്കും. നീതിയുള്ള വലം കൈ കൊണ്ട് അവൻ നിന്നെ താങ്ങും. അതിനെൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിപ്പാൻ ഞങ്ങളുടെ ഏത് ഡ്രൈ സീസണാണെങ്കിലും അതിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ കൊണ്ടും ഞങ്ങളുടെ ദുഃഖത്തെ മാറ്റി സന്തോഷമാക്കുവാൻ, ഞങ്ങളുടെ ഇരുട്ടിനെ മാറ്റി ഞങ്ങളെ വെളിച്ചമാക്കുവാൻ, ഞങ്ങളുടെ താഴ്ചയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി ഉയർച്ചയിലാക്കുവാൻ ഒരുക്കമുള്ളൊരു ദൈവമുള്ളതിനാൽ ആ ദൈവത്തിൻ്റെ സ്തുതി കരേറ്റുന്നു. ആ ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിൻ്റെ നാമത്തെ പൂർണ്ണ ഹൃദയത്തോടെ അപ്പാ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് ഒരു ജയജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.